കാരക്കാട് പാപ്പന്നൂർ റോഡ് നവീകരണം വർഷങ്ങളായുള്ള യാത്രാദുരിതത്തിന് അറുതി വരുത്തണമെന്നും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് മൂന്നിയൂർ നാട്ടുകാർ. മൂന്നിയൂർ തിരൂരങ്ങാടി മൂന്നിയൂർ പഞ്ചായത്തിലെ കാരക്കാട് പാപ്പന്നൂർ റോഡിന്റെ നവീകരണം സംബന്ധിച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിന് അടിയന്തരമായി അറുതി വരുത്തണമെന്നും കാലങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാദുരിതത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. 40ലേറെ വർഷങ്ങളായി ഈ പ്രദേശം മുഴുവൻ ജനങ്ങൾ തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചുപോരുന്ന ഒരു പ്രധാന വഴിയുടെ കഥയാണിത്. കാർഷിക ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും നിലവിൽ കുടിവെള്ള പൈപ്പ് ലൈനുകളും വൈദ്യുതി ലൈനുകളും കടന്നുപോകുന്നതുമായ ഈ റോഡിന്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. വർഷങ്ങളായി തുടരുന്ന തടസ്സവാദങ്ങൾ കാരണം വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഈ റോഡിന്റെ യഥാർത്ഥ അവസ്ഥ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടുവരുമ്പോഴെല്ലാം കാലങ്ങളായി റോഡിന്റെ കിഴക്കുവശത്ത് താമസിക്കുന്ന ചില വ്യക്തികൾ മാത്രമാണ് ബോധപൂർവം ഇതിനെതിരെ തടസ്സം നിന്നുപോരുന്നത്. റോഡിന്റെ കിഴക്കുവശത്തുള്ളവരുടെ പ്രധാനപ്പെട്ട വാദം എന്തെന്നാൽ ഈ റോഡ് ജനിക്കുന്നതിന് മുൻപുള്ള പഴയ രേഖകളിൽ ഇത്തരത്തിലൊരു റോഡ് കാണുന്നില്ല എന്നാണ്. അതായത് ഇതിനു മുന്നേ ഈ രണ്ടു പറമ്പുകളും ഒന്നായിരിക്കാം എന്ന് കരുതി നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ ഈ വഴികൾ വീണ്ടും പഴയ ഉടമക്ക് തിരിച്ചു കൊടുക്കുമോ എന്ന വിചിത്രമായ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്തരം വാദങ്ങളെല്ലാം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് പരിശോധനകളിൽ വ്യക്തമാകുന്നതാണ്. ഈ റോഡിന്റെ കാര്യത്തിൽ നിലവിലുള്ള ഔദ്യോഗിക രേഖകൾ ഓരോന്നായി പരിശോധിച്ചാൽ സത്യാവസ്ഥ ബോധ്യമാകും. ആദ്യമായി ആധാരങ്ങളിലെ അതിരുകൾ പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. ഈ റോഡിന് തടസ്സം നിൽക്കുന്ന കക്ഷികളിൽ ഒന്നാമനായ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആധാരം പരിശോധിച്ചാൽ അതിൽ തെക്കുഭാഗം പഞ്ചായത്ത് മണ്ണ് റോഡ് എന്നും അതുപോലെ പടിഞ്ഞാറുഭാഗവും പഞ്ചായത്ത് മണ്ണ് റോഡ് എന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ റോഡ് ആരംഭിക്കുന്ന സ്ഥലത്തുള്ള രാധാകൃഷ്ണന്റെ ആധാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതോടൊപ്പം മറ്റ് പ്രധാന കക്ഷികളായ അബ്ദുറഹിമാൻ എന്ന ആളുടെയും സജ്ന എന്നാളുടെയും ആധാരങ്ങൾ പരിശോധിച്ചാലും അവരുടെ സ്ഥലത്തിന്റെ കിഴക്കുഭാഗം പഞ്ചായത്ത് മണ്ണ് റോഡാണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ പൊതുവായ പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പഞ്ചായത്തോ ഭരണസമിതിയോ എന്ത് പേരിട്ടാലും ഈ ജനറലായിട്ടുള്ള പേരിന്റെ അവസ്ഥയെ അത് യാതൊരുവിധത്തിലും ബാധിക്കുന്നില്ല എന്ന അർത്ഥമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി നമ്മൾ റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. സർവേ നമ്പർ 506 ഇൽപ്പെട്ട കാരക്കാട് പറമ്പ് ഉൾപ്പെട്ട ഭൂമിയുടെ റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള ഒഫീഷ്യൽ സ്കെച്ചിൽ ഈ പഞ്ചായത്ത് മണ്ണ് റോഡ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് രേഖകളിൽ വളരെ വ്യക്തമായി കാണുന്ന ഈ പഞ്ചായത്ത് മണ്ണ് റോഡ് ഏതാണെന്ന് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ പരിശോധിച്ചാലും കാരക്കാട് പാപ്പന്നൂർ റോഡ് എന്താണെന്നും അതിന്റെ കിടപ്പും കൃത്യമായി മനസ്സിലാക്കാം. തുടർന്ന് സർവേ വിവരങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം റോഡ് കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രം നടന്ന കൃത്യമായ സർവേ പ്രകാരമുള്ള സ്കെച്ചും അതിന്റെ റിപ്പോർട്ടും പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകും. ഇതിൽ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് റോഡിന്റെ കിഴക്കേ അതിര്. അതുപോലെ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം റോഡിന്റെ പടിഞ്ഞാറേ അതിരുമാണ്. ഇതിന്റെ വിശദമായ റിപ്പോർട്ടും പരിശോധിച്ചാൽ ഓരോരുത്തരും എത്രത്തോളം കയ്യേറ്റ ഭൂമിയായി കൈവശം വെച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇതിൽ എടുത്തുപറയേണ്ട ഒരു പ്രധാന കാര്യം പടിഞ്ഞാറു ഭാഗത്തുള്ളവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കയ്യേറ്റ ഭാഗങ്ങൾ യാതൊരു മടിയും കൂടാതെ സ്വമേധയാ ഒഴിഞ്ഞുകൊടുത്തതായി പഞ്ചായത്തിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇതിനെതിരെ റോഡിന്റെ കിഴക്കുഭാഗത്തുള്ളവർ 2 തവണ കോടതിയിൽ നിന്നും സ്റ്റേ കൊണ്ടുവരികയാണുണ്ടായത്. ആദ്യഘട്ടത്തിൽ സ്റ്റേ നോട്ടീസ് വന്നെങ്കിലും ആ സ്റ്റേ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ രണ്ടാമത്തെ കോടതി സ്റ്റേയുടെ നോട്ടീസ് അയക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും ആ രണ്ടാമത്തെ സ്റ്റേയും നീക്കിക്കൊണ്ട് പഞ്ചായത്ത് സി. റവന്യൂ ഭൂമിയിൽ പഞ്ചായത്തിന് എന്ത് കാര്യം എന്ന് ചില സാധാരണക്കാർ ചിന്തിച്ചേക്കാം. പഞ്ചായത്ത് ആസ്തി രേഖയിൽ കൃത്യമായി ഉള്ള റോഡ് പണ്ടെന്നോ ഉള്ള പഴയ FMV വെച്ചുള്ള അളവുകൾ മാത്രം മുൻനിർത്തി ഒഴിവാക്കി തരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം വിചിത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാം. അതായത് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററും റവന്യൂ രേഖകളും ആധാര രജിസ്റ്ററുകളും ഒക്കെ ഒരൊറ്റ എറേസർ ഉപയോഗിച്ച് കളിയിൽ മായച്ചുകളയുന്നതുപോലെ പൂർണ്ണമായി മായച്ചു കളയാനാണ് മുൻ താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ ആവശ്യപ്പെടുന്നത്. ഇത്രയും നിസ്സാരമായി ഈ ഔദ്യോഗിക രേഖകളെല്ലാം ഒരു ഡബ്ബർ ഉപയോഗിച്ച് മായ്ച്ചുകളയാം എന്ന് ഇത്തരത്തിലുള്ള ഒരാളെ ചിന്തിപ്പിക്കുന്നത് പിന്നിൽ പുള്ളിയുടെയും കൂട്ടരുടെയും ശക്തമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ കൊണ്ടുമാത്രമാണോ എന്ന സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം പഞ്ചായത്ത് ആവശ്യപ്പെടാത്ത പഴയ FMV അളവുകളും റിപ്പോർട്ടുകളും യാതൊരു മടിയും കൂടാതെ പഞ്ചായത്തിന് അയച്ചുകൊടുത്തുകൊണ്ട് തങ്ങളുടെ കൂറ് വെളിവാക്കിയതാണ് താലൂക്ക് ഉദ്യോഗസ്ഥർ ചെയ്തത്. 2 സ്കെച്ചുകൾ കൂടി കൂട്ടിയിണക്കി മിക്സ് ചെയ്താണ് അവർ പഞ്ചായത്തിന് അയച്ചുകൊടുത്തത്.
റോഡിന്റെ യഥാർത്ഥ അതിർത്തി കൃത്യമായി നിർണയിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട പഞ്ചായത്തിന് തന്നെയാണ് താലൂക്ക് ഓഫീസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മിക്സ്ഡ് റിപ്പോർട്ട് അയച്ചുകൊടുത്തത് എന്നത് ഗൗരവകരമാണ്. ഇനി ആ പഴയ FMB ഉൾപ്പെട്ട മിക്സ് ചെയ്ത സ്കെച്ച് പരിശോധിച്ചാൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ നടുവിലായി കാണുന്ന ഈ ചുവപ്പ് കളർ ലൈൻ ആണ് പഴയ FMB ലൈൻ, അതായത് ഇരു ഭൂമിയുടെയും യഥാർത്ഥ അതിര് അത്രേ. ഇനി ഈ രണ്ട് കൂട്ടരും റോഡിനായി വിട്ടുനൽകിയിട്ടുള്ള ഭൂമിയുടെ അകലം എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഓറഞ്ച് കളറിൽ കാണുന്നത് കാരക്കാട് ഭൂമിയുടെ അതിരാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാരക്കാട് ഭാഗത്തുനിന്നും റോഡിനായി എത്രമാത്രം സ്ഥലം വിട്ടുനൽകിയിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. അതുപോലെ യെല്ലോ കളറിൽ കാണുന്ന ഭാഗം പൂളക്കാട് പറമ്പിൽ നിന്നും റോഡിനായി വിട്ടതായി കാണപ്പെടുന്ന ഭാഗമാണ്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഏത് ഭാഗത്താണ് കൂടുതൽ വീതിയിൽ സ്ഥലം വിട്ടുനൽകിയിട്ടുള്ളത് എന്ന് ആർക്കും കാണാവുന്നതേയുള്ളൂ. ഈ പഴയ FMB രേഖകളിലെ സ്ഥിതി പരിശോധിച്ചാൽ പോലും കിഴക്കുവശത്തുള്ളവർ പകുതി പോയിട്ട് അതിന്റെ കാൽഭാഗം പോലും റോഡിനായി വിട്ടുനൽകിയിട്ടില്ല എന്ന് വ്യക്തമാകും. എന്നിട്ടും ഇവർ ഇക്കാലം മുഴുവൻ പറഞ്ഞു നടന്നിരുന്നത് അവരുടെ അതിര് റോഡിന്റെ നടുവിലാണെന്നാണ്. എന്നാൽ പഴയ FMB പ്രകാരം പോലും കാര്യം അങ്ങനെയല്ല എന്ന് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ്. പടിഞ്ഞാറുഭാഗത്തുള്ളവർ സ്ഥലം വിട്ടുനൽകിയിട്ടില്ലെന്നാണ് കിഴക്കുഭാഗത്തുള്ളവരുടെ പ്രധാന പ്രചാരണം. എന്നാൽ സ്വന്തം വസ്തുവിന് ചുറ്റും മതിലുകെട്ടിയിട്ട് ഞങ്ങളുടെ വസ്തുവിന്റെ അതിര് റോഡിന്റെ നടുവിലാണ് എന്ന് വാദിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പഞ്ചായത്ത് റോഡ് നവീകരിക്കാൻ വരുമ്പോൾ സ്വന്തം സ്ഥലത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തിന്റെ അതിര് റോഡിന്റെ നടുവിലാണ് എന്ന് പറഞ്ഞു ഇതുവരെയും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്തിനുവേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ലഭ്യമായ സ്കെച്ച് പ്രകാരം 75% അധികവും പടിഞ്ഞാറുഭാഗത്തുള്ളവരാണ് റോഡിനായി സ്ഥലം വിട്ടുനൽകിയിട്ടുള്ളത്. പക്ഷെ പടിഞ്ഞാറുഭാഗത്തുള്ളവർക്ക് അതിൽ യാതൊരുവിധ ആക്ഷേപവുമില്ല. മാത്രവുമല്ല, പഞ്ചായത്ത് ആവശ്യപ്പെട്ട പ്രകാരമുള്ള കയ്യേറ്റ ഭാഗങ്ങളെല്ലാം പടിഞ്ഞാറുഭാഗത്തുള്ളവർ യാതൊരു തർക്കവുമില്ലാതെ ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വന്തം വസ്തുവിനോട് ചേർന്ന് മറ്റുള്ളവർക്ക് യാതൊരുവിധത്തിലും ഉപകാരപ്പെടും വിധം റോഡോ യാത്രാ സൗകര്യങ്ങളോ നടക്കരുത് എന്ന സങ്കുചിതമായ മനസ്ഥിതിയിൽ നിന്നും ആയിരിക്കാം ഇപ്പോഴും കിഴക്കുഭാഗത്തെ കക്ഷികളായ രാധാകൃഷ്ണനും കൂട്ടരും നിരന്തരം ഇത്തരം തടസ്സവാദങ്ങളും നിയമക്കുരുക്കുകളും മറ്റും കൊണ്ടുവരുന്നത്. അതെന്തുമാവട്ടെ, ബാഹ്യമായ ഇടപെടലുകളോ രാഷ്ട്രീയ സ്വാധീനങ്ങളോ ഒന്നും തന്നെ കൂസാതെ തികഞ്ഞ സത്യസന്ധയോടും നീതിബോധത്തോടും കൂടി ഈ കാര്യങ്ങളിൽ ഔദ്യോഗിക നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് നാട്ടുകാർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാലാകാലങ്ങളായി ഞങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ ഉപയോഗിച്ചു പോരുന്ന കുടിവെള്ള പൈപ്പും വൈദ്യുതി ലൈനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോകുന്ന ഞങ്ങളുടെ ഈ റോഡിന്റെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിച്ചു എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി തരണം എന്നാണ് ഒരേ സ്വരത്തിൽ ഈ നാട്ടുകാർക്ക് ആകെ പറയാനുള്ളത്.